നമസ്കാരം എല്ലാവർക്കും പ്രോ റെസ്ലിംഗ് മലയാളം പറ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോ നമ്മൾ നോക്കാൻ പോകുന്നത് 3 കാര്യങ്ങളെക്കുറിച്ചാണ്. ഒന്നാമത്തെ കാര്യം എന്താണെന്ന് വെച്ചാൽ കർട്ട് ആംഗിൾ എന്തുകൊണ്ടാണ് ബാരൺ കോർബനെ റെസ്ൽമേനിയ 35-ൽ മത്സരിക്കാൻ വേണ്ടി സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുന്നതാണ്. അതിൻ്റെ റിയൽ റീസൺ എന്താണ് നമ്മൾ നോക്കുന്നതാണ്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ഡീൻ ആംബ്രോസ് ഇന്ന് നടന്ന റോ എപ്പിസോഡ് വന്നു. പക്ഷേ WWE ഡീൻ ആംബ്രോസിനെ മെയിൻ ഇവൻ്റ് ഷോയിൽ കാണിച്ചില്ല. അതിൻ്റെ കാരണം എന്താണ് നമ്മൾ നോക്കുന്നതാണ്. നമ്മൾ മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസ് എന്തുകൊണ്ടാണ് ഇന്ന് നടന്ന റോ എപ്പിസോഡ് വരായിരുന്നത്. അതിന് 3 റീസണാണുള്ളത്. അപ്പം ഈ 3 കാര്യങ്ങളെക്കുറിച്ച് നമ്മൾ ഫുൾ ഡീറ്റെയിൽ ആയിട്ട് നമ്മൾ നോക്കുന്നതാണ്. വീഡിയോ അവസാനം വരെ കാണും. വീഡിയോയോട് കിടക്കുമ്പോൾ നിങ്ങൾ വരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഉടനടി സബ്സ്ക്രൈബ് ചെയ്ത് വെക്കുക. തൊട്ടടുത്താണ് ബെല്ലൈ കൂടി എന്നെ വിളിയോ. അപ്പോൾ നേരെ നമുക്ക് വീഡിയോ അങ്ങ് പോയേക്കാം. നമ്മൾ ഒന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് കർട്ട് ആംഗിൾ റെസ്ൽമേനിയ 35 മത്സരിക്കാൻ വേണ്ടി ബാരൺ കോർബനെ സെലക്ട് ചെയ്ത് നമ്മൾ നോക്കുന്നതാണ്. അതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ കർട്ട് ആംഗിൾ ഇപ്പം വളരെ ഏജൊക്കെ ആയിട്ടുണ്ട്. കർട്ട് ആംഗിൾ ഒരു ഫൈറ്റ് ചെയ്യാനുള്ള ആരോഗ്യമൊന്നും നേരത്തെ കർട്ട് ആംഗിളിനില്ല. അതുകൊണ്ട് WWE കുറച്ച് സൂപ്പർ സ്റ്റാർസിൻ്റെ പേര് പുറത്തുവിട്ടായിരുന്നു ആര് മത്സരിക്കണമെന്ന് കർട്ട് ആംഗിളിലൂടെ. ഡ്രൂ മാക്കിൻ്റെയർ, ബോബി ലാഷ്ലി, സമോവ ജോ, ജോൺ സീന, ബാരൺ കോർബൻ, കുറേ റെസ്ലർ ഉണ്ടായിരുന്നു. അന്നത്തൊന്നും എല്ലാവരും വിചാരിച്ച റൂമറുകൾ വരെ വന്ന് ജോൺ സീനെ സെലക്ട് ചെയ്യുന്നതായിരുന്നു വിചാരിച്ചത്. പക്ഷേ ജോൺ സീനെ അല്ല സെലക്ട് ചെയ്തത്, കർട്ട് ആംഗിൾ സെലക്ട് ചെയ്ത് ഇന്നത്തെ റോ എപ്പിസോഡിൽ പറഞ്ഞായിരുന്നു ബാരൺ കോർബനെയാണ് കർട്ട് ആംഗിൾ റെസ്ൽമേനിയ 35 മത്സരിക്കാൻ വേണ്ടി കർട്ട് ആംഗിൾ സെലക്ട് ചെയ്തിരിക്കുന്നത്. ഇതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കർട്ട് ആംഗിൾ ബാരൺ കോർബനെ സെലക്ട് ചെയ്തതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ കർട്ട് ആംഗിൾ ഇപ്പം ആരോഗ്യസ്ഥിതി വളരെ മോശത്തിലാണ്. എന്നാൽ ഒരു വലിയ മാച്ചിനൊന്നും ഇറങ്ങാനുള്ള ആരോഗ്യമൊന്നും ഇല്ല ഇപ്പം കർട്ട് ആംഗിളിന്. അപ്പം ബോബി ലാഷ്ലി, ഡ്രൂ മാക്കിൻ്റെ, ജോൺ സീനയുടെ അടുത്തൊക്കെ മാച്ച് ഉണ്ടാക്കി. ആ മാച്ചിൽ കർട്ട് ആംഗിൾ പിടിച്ച് നിൽക്കണമെന്ന് തന്നെ വളരെ കഷ്ടപ്പാടാണ്. ബാരൺ കോർബനെ അവിടെ ഇടുവാണെങ്കിൽ ബാരൺ കോർബനെ ഈസി ആയിട്ട് കർട്ട് ആംഗിളിൽ ബീറ്റ് ചെയ്യാൻ പറ്റുന്നതാണ്. റെസ്ൽമേനിയ 35 മാച്ച് നടക്കുവാണെങ്കിൽ തന്നെ 2-3 മിനിറ്റിൽ തന്നെ കർട്ട് ആംഗിളിന് ബാരൺ കോർബനെ ബീറ്റ് ചെയ്യാൻ സാധിക്കുന്നതാണ്. ഡ്രൂ മാക്കിൻ്റെയർ, ബോബി ലാഷ്ലി അങ്ങനെയുള്ള റെസ്ലറിന് ഇത്രയും പെട്ടെന്ന് ബീറ്റ് ചെയ്താൽ ആരും തന്നെ ആ മാച്ചിൽ ഒരു ഇമ്പ്രസ് ആവത്തില്ല. അതുകൊണ്ട് തന്നെയാണ് ഇങ്ങനെ കർട്ട് ആംഗിൾ ബാരൺ കോർബനെ സെലക്ട് ചെയ്യാനുള്ള കാരണം. ഇത് തന്നെയാണ് റിയൽ റീസൺ. പക്ഷേ ഈ മാച്ചിന് ഓഡിയൻസിൻ്റെ ഭാഗത്തുനിന്നും ഒട്ടും സപ്പോർട്ടില്ല. ഇവർ WWE ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ ഇന്ന് അപ്ലോഡ് ചെയ്ത വീഡിയോ ആണ് കർട്ട് ആംഗിൾ ബാരൺ കോർബനെ ചലഞ്ച് ചെയ്യുന്ന റെസ്ൽമേനിയ 35 ഫേസ് ചെയ്യുന്നതെന്ന് പറഞ്ഞ്. അങ്ങനെ ഇട്ട വീഡിയോയ്ക്ക് തന്നെ ലൈക്ക് കിട്ടിയത് 4.4K ആണ് അവർക്ക് ലൈക്ക് കിട്ടിയത് ആ വീഡിയോയ്ക്ക്. അതിന് ഡിസ്ലൈക്ക് കിട്ടിയത് 10K ആണ്. ഒട്ടും തന്നെ സപ്പോർട്ടില്ല. ഇപ്പം വൈകുന്നേരമാണ് ഞാൻ ഈ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത്. ഇപ്പോൾ ഇതുവരെ കിട്ടിയത് 10K ആണ്. ഡിസ്ലൈക്കാണ് ഈ വീഡിയോയ്ക്ക് കിട്ടിയിരിക്കുന്നത്. അപ്പം പ്രേക്ഷകരുടെ കയ്യിൽ നിന്ന് ഒട്ടും തന്നെ സപ്പോർട്ടില്ല ഈ മാച്ചിന്. നമ്മൾ രണ്ടാമതായിട്ട് നോക്കാൻ പോകുന്നത് ഡീൻ ആംബ്രോസ് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ വന്നായിരുന്നു. പക്ഷേ മെയിൻ ഇവൻ്റ് ഷോയിലൊന്നും തന്നെ ഡീൻ ആംബ്രോസിനെ കാണിച്ചില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡീൻ ആംബ്രോസ് ഇന്നത്തെ റോ എപ്പിസോഡിൽ വന്ന എപ്പോഴാണ് വെച്ചാൽ ഡ്രൂ മാക്കിൻ്റെയർ വേഴ്സസ് സെത്ത് റോളൻസ് ഇന്നത്തെ റോ എപ്പിസോഡ് മെയിൻ ഇവൻ്റ് മാച്ചായിട്ട് നടന്ന സമയത്ത് ഡ്രൂ മാക്കിൻ്റെയർ ആ മാച്ച് വിൻ ചെയ്ത് കഴിഞ്ഞിട്ട് സെത്ത് റോളൻസിനെ ബാരൺ കോർബൻ വന്ന് അറ്റാക്ക് ചെയ്തു. ആ സമയത്താണ് ഡീൻ ആംബ്രോസ് വന്നത്. പക്ഷേ ആ റോ എപ്പിസോഡ് കഴിഞ്ഞ് കഴിഞ്ഞിട്ടാണ് ബാരൺ കോർബൻ വന്ന് സെത്ത് റോളൻസ് അറ്റാക്ക് ചെയ്തത്. അത് കഴിഞ്ഞിട്ട് ഡീൻ ആംബ്രോസ് വന്ന് സെത്ത് റോളൻസിനെ രക്ഷിക്കുമായിരുന്നു ബാരൺ കോർബൻ്റെ കയ്യിൽ നിന്ന്. ഡീൻ ആംബ്രോസിനെ എന്തുകൊണ്ട് WWE ഈ മെയിൻ ഇവൻ്റ് ഷോയിൽ കാണിക്കാത്തതിൻ്റെ റിയൽ റീസൺ എന്താണെന്ന് വെച്ചാൽ ഡീൻ ആംബ്രോസ് തുടർന്ന് WWE അടുത്ത് പുതിയൊരു കോൺട്രാക്റ്റ് സൈൻ ചെയ്ത് പോകുന്നില്ല. അന്ന് തൊട്ട് WWE ഡീൻ ആംബ്രോസിന് കൊടുക്കുന്ന മാച്ചുകളെല്ലാം തന്നെ ഡീൻ ആംബ്രോസ് പരാജയപ്പെടുകയാണ്. ഈസിത്തിൻ്റെ അടുത്ത് പരാജയപ്പെട്ടു, ലയസിൻ്റെ അടുത്ത് പരാജയപ്പെട്ടു, ഡ്രൂ മാക്കിൻ്റെ അടുത്ത് പരാജയപ്പെട്ടു. ലഭിക്കുന്ന മാച്ചുകളെല്ലാം തന്നെ ഡീൻ ആംബ്രോസ് പരാജയപ്പെടുമായിരുന്നു. ഡീൻ ആംബ്രോസിനെ പതുക്കെ WWE ഓരോരോ ഷോയിൽ നിന്ന് മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അതാണ് ഡീൻ ആംബ്രോസിന് ഇന്ന് നടന്ന റോ എപ്പിസോഡ് ഡീൻ ആംബ്രോസിന് മെയിൻ ഇവൻ്റ് ഷോയിലൊന്നും തന്നെ ഡീൻ ആംബ്രോസിനെ കാണാൻ സാധിക്കാതിരുന്നത്. നിങ്ങൾക്ക് ഡീൻ ആംബ്രോസ് വന്ന് സെത്ത് റോളൻസിനെ സേഫ് ആക്കുന്ന ബാരൺ കോർബൻ്റെ കയ്യിൽ നിന്ന് സേഫ് ആക്കുന്ന വീഡിയോ നോക്കുകയാണെങ്കിൽ WWE അവർ ഒഫീഷ്യൽ യൂട്യൂബ് ചാനൽ അവർ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് പോയി കാണാവുന്നതാണ്. നമ്മൾ മൂന്നാമതായിട്ട് നോക്കാൻ പോകുന്നത് എന്തുകൊണ്ടാണ് റോമൻ റെയിൻസ് ഇന്ന് നടന്ന റോ എപ്പിസോഡിൽ വരാഞ്ഞതിൻ്റെ കാരണം എന്താണെന്ന് നമ്മൾ നോക്കുന്നത്. നമ്മൾ നേരത്തെ ഇട്ട വീഡിയോ നമ്മൾ പറഞ്ഞായിരുന്നു ഇന്നത്തെ റോ എപ്പിസോഡിൽ റോമൻ റെയിൻസ് വന്ന് ഡ്രൂ മാക്കിൻ്റെയറിനെ വന്ന് അറ്റാക്ക് ചെയ്യുന്നു. പക്ഷേ റോമൻ റെയിൻസ് ഇന്നത്തെ റോ എപ്പിസോഡ് വന്നില്ല. അതിൻ്റെ റീസൺ എന്താണെന്ന് വെച്ചാൽ 2 രീതിയിലുള്ള ന്യൂസാണ് വരുന്നത്. ഒന്നാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസിന് ശരിക്കും പറഞ്ഞാൽ ലുക്കീമിയ എന്ന് പറഞ്ഞ അസുഖം പൂർണ്ണമായിട്ട് മാറിയിട്ടില്ല. 90% മാറിയിട്ടുള്ളൂ. ഇനിയും 10% കൂടെ ഉണ്ട്. അത് ഏപ്രിൽ അവസാനത്തോടെ മാറുന്നതാണ്. ഇന്ന്
റോമൻ റെയിൻസ് വരാത്തതിൻ്റെ കാരണം എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസ് ലുക്കീമിയയുടെ ട്രീറ്റ്മെൻറ്റിന് വേണ്ടി പോയേക്കുമായിരുന്നു. അതുകൊണ്ടാണ് റോമൻ റെയിൻസ് ഇന്ന് നടന്ന റോ എപ്പിസോഡ് വരാഞ്ഞെന്ന് പറഞ്ഞൊരു ന്യൂസുണ്ട്. രണ്ടാമത്തെ ന്യൂസ് എന്താണെന്ന് വെച്ചാൽ റോമൻ റെയിൻസ് വേഴ്സസ് ഡ്രൂ മാക്കിൻ്റെ റെസിൽമേനിയ 35 അങ്ങനെ ഒരു മാച്ചിനൊരു ഹൈപ്പിന് വേണ്ടിയാണ് റോമൻ റെയിൻസ് ഇന്ന് നടന്ന റോ എപ്പിസോഡ് വരാത്തതെന്ന് പറഞ്ഞ് ഈ രണ്ട് ന്യൂസുകളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. റോമൻ റെയിൻസ് ഇന്നത്തെ റോ എപ്പിസോഡ് വരാത്ത കാരണം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് അതേപോലെ നിങ്ങൾ കുട്ടികളിലേക്ക് ഷെയർ ചെയ്യുക. പിന്നെ നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായം ഈ വീഡിയോ താഴെ കമൻറ്റ് ചെയ്യുക. നിങ്ങൾ ഇതുവരെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതുപോലെ റെസ്ലിംഗ് ന്യൂസുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ വേണ്ടിയിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് നോക്കുക. തൊട്ടടുത്താണ് ബെല്ലൈ കൂടി എന്നെ വിളിക്കുക. അപ്പം മറ്റൊരു റെസ്ലിംഗ് റിലേറ്റഡ് വീഡിയോ ആയിട്ട് കാണുന്നതായിരിക്കും. ബൈ.